ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ കണക്ഷൻ അതേപോലെ ഡെൽറ്റ കണക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ്. ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ടേക്ക് എ മെയിൻ കറണ്ട് ഓഫ് 18 ആംപിയർ അറ്റ് എ പവർ ഫാക്ടർ ഓഫ് 0.85 ലീഡിംഗ് ഫ്രം 400 വോൾട്ട് 3 ഫേസ് 50 ഹെർട്സ് സപ്ലൈ. കാൽക്കുലേറ്റ് ദ ലോഡ് റെസിസ്റ്റൻസ് പെർ ഫേസ്. അതായത് ഒരു ബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് നമ്മളെ സിസ്റ്റത്തിൽ നിന്നും 18 ആംപിയർ മെയിൻ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോൺ ചെയ്യുന്നുണ്ട്. 0.85 ആണ് പവർ ഫാക്ടർ. 400 വോൾട്ട് 3 ഫേസ് 50 ഹെർട്സ് സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഫേസിലുള്ള ലോഡ് റെസിസ്റ്റൻസും നമ്മളോട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടേംസ് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.85 ആണ്. വി എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 400 വോൾട്ടാണ്. ഫ്രീക്വൻസി എഫ് = എന്താണ്? 15 ഹെർട്സ് ആണ്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള 18 ആംപിയർ എന്ന് പറഞ്ഞാൽ മെയിൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ലൈൻ കറണ്ടാണ്. ഫേസിലുള്ള കറണ്ടല്ല, ലൈനിലുള്ള കറണ്ടാണ് ശരിക്കും 18 ആംപിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പവർ ഫാക്ടർ 0.85, വി എൽ ലൈൻ വോൾട്ടേജ് 400 വോൾട്ട്, അതേപോലെ ഫ്രീക്വൻസി 50 ഹെർട്സ്, ഐ എൽ എന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ട് 18 ആംപിയർ. ഡെൽറ്റ കണക്ഷൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വി എല്ലും വി ഫേസും എന്താണ്? ഈക്വലാണ്. ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഈക്വലാണ്. അപ്പോൾ വി ഫേസും എന്തുതന്നെയായിരിക്കും? 400 വോൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഇതിനെ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് സെഡ് ഫേസ് കാണണം. അപ്പോൾ സെഡ് ഫേസ് = നമുക്കറിയാം വി ഫേസ് ഡിവൈഡഡ് ബൈ ഐ ഫേസ് ആണ്. പെർ ഇമ്പിഡൻസ് അല്ലെ, ഇമ്പിഡൻസ് പെർ ഫേസ് വി ഫേസ് ഡിവൈഡഡ് ബൈ ഐ ഫേസ് ആണ്. അതിൽ വി ഫേസ് നമുക്കറിയാം, പക്ഷേ ഐ ഫേസ് നമുക്ക് അറിയില്ല. അപ്പോൾ ഐ ഫേസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. കാരണം ക്വസ്റ്റ്യനിൽ ഐ എൽ തന്നിട്ടുള്ളൂ. സോ ഐ ഫേസ് = ഐ എൽ ഡിവൈഡഡ് ബൈ √3 ആണ്. സോ ക്വസ്റ്റ്യനിൽ ഐ എൽ തന്നിട്ടുണ്ട്, 18 ആംപിയർ ആണ്. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 18 ഡിവൈഡഡ് ബൈ √3 = 10.3 ആംപിയർ എന്ന് കിട്ടി. സോ നമുക്ക് ഐ ഫേസ് നമ്മൾ കണ്ടെത്തി 10.3 ആംപിയർ ആണെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ സെഡ് ഫേസ് = വി ഫേസ് ഡിവൈഡഡ് ബൈ ഐ ഫേസ് എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 400 ഡിവൈഡഡ് ബൈ 10.3. വി ഫേസ് എന്ന് പറഞ്ഞാൽ 400 ആണ്. ഐ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തി 10.3 ആണ്. അങ്ങനെയാണെങ്കിൽ 400 ഡിവൈഡഡ് ബൈ 10.3 = 38.83 ഓം എന്ന് കിട്ടി. അപ്പോൾ അത്രയാണ് സെഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസ് പെർ ഫേസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇമ്പിഡൻസ് നമ്മൾ റെസിസ്റ്റൻസ് പെർ ഫേസ് നമ്മൾ കണ്ടെത്തണം. സോ നമുക്കറിയാം ആർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഫേസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ cos φ = R/Z ആണ്. cos φ = R/Z. അതിൽ cos φ എന്ന് പറഞ്ഞാൽ അത് പവർ ഫാക്ടറാണ്. 0.8 നമുക്കറിയാം. ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു 38.83. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു cos φ ഇക്വേഷൻ നമ്മൾ ആറിനൊരു ഇക്വേഷൻ കണ്ടെത്തി. R = ഈ സെഡ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ Z × cos φ ആയിട്ട് മാറി. സോ R = Z × cos φ നമുക്കറിയാം. Z നമുക്കറിയാം 38.83 ആണ്. cos φ എന്ന് പറഞ്ഞാൽ 0.85 ആണ്. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 38.8 × 0.85 എന്ന് പറഞ്ഞാൽ 32.92 ഓം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിലുള്ള പെർ ഫേസിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 32.98 ഓം ആണ്. ഇതാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസ് പെർ ഫേസ്. അതെന്ത് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എ 3 ഫേസ് ലോഡ് 3 ഈക്വൽ ഇമ്പിഡൻസ് കണക്റ്റഡ് ഇൻ എ ഡെൽറ്റ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് എ ബാലൻസ്ഡ് 400 സപ്ലൈ ടേക്സ് ലൈൻ കറണ്ട് ഓഫ് 10 ആംപിയർ അറ്റ് എ പവർ ഫാക്ടർ ഓഫ് 0.7 ലാഗ്. കാൽക്കുലേറ്റ് ദ സർക്യൂട്ട് കോൺസ്റ്റൻറ്റ് പെർ ഫേസ് ആൻഡ് ഓൾസോ ഫൈൻഡ് ടോട്ടൽ റിയാക്റ്റീവ് പവർ. ഇപ്പോൾ ക്വസ്റ്റനിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ക്വസ്റ്റനിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ഫേസ് ലോഡ്, ആ 3 ഫേസ് ലോഡിന് 3 ഈക്വൽ ഇമ്പിഡൻസ് ഉണ്ട്. അതൊരു ഡെൽറ്റ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 400 വോൾട്ട് സപ്ലൈ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഉണ്ടാകുന്ന ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 10 ആംപിയർ ആണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.7 ലാഗാണ്. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് കോൺസ്റ്റൻറ്റ് പെർ ഫേസിലുള്ള സർക്യൂട്ട് കോൺസ്റ്റൻറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ടോട്ടൽ റിയാക്റ്റീവ് പവറും കാണാൻ പറഞ്ഞിട്ടുണ്ട്.
സർക്യൂട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആർ ഫേസും അതേപോലെ എക്സ് ഫേസുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കാണുന്നത്. റെസിസ്റ്റൻസും അതേപോലെ തന്നെ റിയാക്റ്റൻസ് പെർ ഫേസുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പെർ ഫേസ്, ഇതാണ് സർക്യൂട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സർക്യൂട്ട് കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർക്യൂട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ ഫേസും അതേപോലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പെർ ഫേസുമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതേപോലെ ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ റിയാക്റ്റീവ് പവറും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യനുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തു. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമുക്ക് തന്നിട്ടുള്ളത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 400 വോൾട്ടാണ്, അതായത് വി ഫേസ് ആണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വി എൽ ആണ് തന്നിട്ടുള്ളത്. രണ്ടും ഈക്വലാണ്. വി എൽ = വി ഫേസ് = 400 വോൾട്ട് നമുക്കറിയാം. പിന്നെ അതേപോലെ കറണ്ട്, ലൈൻ കറണ്ട് തന്നിട്ടുണ്ട്. എത്ര? ഐ എൽ = 10 ആംപിയർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഐ ഫേസ് എന്ന് പറഞ്ഞാൽ IL / √3 ആണ്. സോ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 / √3 നമുക്ക് കിട്ടി 5.73 നമുക്ക് കിട്ടി. അതേപോലെ നമുക്ക് കാണേണ്ടത് ആർ ഫേസും അതേപോലെ എക്സ് ഫേസും ആണ്. പക്ഷേ നമുക്കിതിൽ നിന്ന് കാണണമെങ്കിൽ ആദ്യം ഇതിന് ഇമ്പിഡൻസ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇമ്പിഡൻസ് കാണാൻ വേണ്ടിയിട്ട് സെഡ് ഫേസ് = വി ഫേസ് / ഐ ഫേസ് നമ്മൾ ചെയ്തു. വി ഫേസ് / ഐ ഫേസ് എന്ന് പറഞ്ഞാൽ വി ഫേസ് എന്ന് പറഞ്ഞാൽ 400 വോൾട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഐ ഫേസ് നമ്മൾ ഇവിടെ കണ്ടെത്തി 5.73 ചെയ്ത് കഴിഞ്ഞാൽ സെഡ് ഫേസ് = 69.80 ഓം എന്ന് വരും. 69.80 ഓം. അത്രയും സെഡ് ഫേസ് എന്ന് പറഞ്ഞപ്പോൾ ഇമ്പിഡൻസ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ 69.80 എന്ന് കിട്ടി. ഇനി ഇതിൽ നമ്മളെന്ത് കണ്ടുപിടിക്കണം? ആർ ഫേസ് എത്രയെന്ന് കണ്ടുപിടിക്കണം, എക്സ് ഫേസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ശരിക്ക് ഇതിൻ്റെ സർക്യൂട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പറയണത്. അപ്പോൾ ആർ ഫേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കോസ് ഫൈ എന്ന് പറഞ്ഞാൽ R/Z ആണ്. കോസ് ഫൈ = R/Z ആണ്. സോ R = അതായത് ആർ ഫേസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ R = Z × cos φ ആണ്. R = Z × cos φ. Z നമ്മൾ കണ്ടെത്തി 69.28 ആണ്. അതേപോലെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.7 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 69.28 × 0.7 ചെയ്ത് കഴിഞ്ഞാൽ ആർ ഫേസ് = 48.49 ഓം നമുക്ക് കിട്ടി. അതായത് റെസിസ്റ്റൻസ് പെർ ഫേസ് അതായത് എത്രയാണ്? 48.49 ഓം ആണ്. ഇനി നമുക്ക് എക്സ് ഫേസ് ആണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ എക്സ് ഫേസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് സെഡ് ഫേസ് = നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും √R ഫേസ് സ്ക്വയർ + എക്സ് ഫേസ് സ്ക്വയർ ആണ്. √R² + XL² എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ സെഡ് ഫേസ് = നമുക്ക് √R ഫേസ് സ്ക്വയർ + എക്സ് ഫേസ് സ്ക്വയർ നമ്മൾ പറഞ്ഞു. രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെഡ് ഫേസ് സ്ക്വയർ = ആർ ഫേസ് സ്ക്വയർ + എക്സ് ഫേസ് സ്ക്വയർ ആയിട്ട് മാറി. കാരണം ഈ ഭാഗത്ത് റൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ റൂട്ട് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. സോ എക്സ് ഫൈ സ്ക്വയർ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ഫൈ സ്ക്വയർ. സോ എക്സ് ഫൈ സ്ക്വയർ = സെഡ് ഫൈ സ്ക്വയർ - ആർ ഫൈ സ്ക്വയർ ആണ്. എക്സ് ഫൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെഡ് ഫൈ സ്ക്വയർ - ആർ ഫൈ സ്ക്വയർ. കാരണം വെരിക്കേഷന് നമുക്ക് എക്സ് ഫൈ സ്ക്വയർ ഇവിടെ നിർത്തിയിട്ട് ആർ ഫൈസിന് അപ്പുറത്തോടെ ഉണ്ടായാൽ എന്തായിട്ട് മാറും? എക്സ് ഫൈ സ്ക്വയർ = സെഡ് ഫൈ സ്ക്വയർ - ആർ ഫൈ സ്ക്വയർ നമുക്ക് അവിടെ കിട്ടും. എക്സ് ഫൈസ് = റൂട്ട് സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ഭാഗത്ത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് √Z ഫേസ് സ്ക്വയർ - ആർ ഫേസ് സ്ക്വയർ ആയിട്ട് മാറും. സോ എക്സ് ഫേസിന് ഇക്വേഷൻ കിട്ടി നമുക്ക്. എക്സ് ഫേസ് കാണാൻ ഇക്വേഷനാണ് √Z ഫേസ് സ്ക്വയർ - ആർ ഫേസ് സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ എക്സ് ഫേസ് √Z ഫേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 69.28 ആണ് സെഡ് ഫേസ് എന്ന് പറഞ്ഞാൽ. സോ 69.28 സ്ക്വയർ - ആർ ഫേസ് എന്ന് പറഞ്ഞാൽ 48.49 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ √69.28 സ്ക്വയർ - 48.49 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായിട്ട് 48.49 ഓം നമുക്കവിടെ കിട്ടും. സോ നമുക്ക് എക്സ് ഫേസ് കിട്ടി, 48.49 ഓം എന്ന് കിട്ടി. സോ സർക്യൂട്ട് കോൺസ്റ്റൻറ്റ് നമ്മളോട് കാണാൻ പറഞ്ഞത് സർക്യൂട്ട് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആർ ഫേസും എക്സ് ഫേസും ആയിരുന്നു. ആർ ഫേസ് നമ്മൾ കണ്ടെത്തി, അതേപോലെ എക്സ് ഫേസ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി.
ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് റിയാക്റ്റീവ് പവറാണ്. സോ റിയാക്റ്റീവ് പവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. റിയാക്റ്റീവ് പവർ കാണാൻ ഇക്വേഷൻ √3 VL IL sin φ ആണ്. അപ്പോൾ നമുക്ക് VL അറിയാം, IL അറിയാം. നമുക്ക് കാണേണ്ടത് sin φയിൽ ഫൈൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ cos φ = 0.7 നമ്മളവിടെ തന്നിട്ടുണ്ട്. അതേപോലെ φ = cos ഇൻവേഴ്സ് ഓഫ് 0.7 നമുക്കറിയാം. അപ്പോൾ ഫൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 45.57 ഡിഗ്രി എന്ന് കിട്ടി. സോ ഫേസ് ആംഗിൾ φ = 45.57 ഡിഗ്രി ആണ്. നമ്മൾ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ √3 × VL × IL × sin φ ആണ്. സോ √3 × VL എന്ന് പറഞ്ഞാൽ 400 ആണ്, IL എന്ന് പറഞ്ഞാൽ 10 ആണ്. sin φയിൽ സൈൻ ഓഫ് 45.57 എന്ന് കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു 4947.72 VAR വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് 4947.72 VAR വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ള സർക്യൂട്ട് കോൺസ്റ്റൻറ്റും അതേപോലെ റിയാക്റ്റീവ് പവർ ആയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ബാലൻസ്ഡ് 3-phase ലോഡ് കൺസിസ്റ്റ് ഓഫ് 3 coil ഓഫ് ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് 4 ohm ആൻഡ് L = 0.02 Henry. ഡിറ്റർമിൻ ദ ടോട്ടൽ പവർ വെൻ ദ കോയിൽ ഈസ് കണക്റ്റഡ് ടു സ്റ്റാർ രണ്ടാമത്തെ ഡെൽറ്റ ഇൻ 400 വോൾട്ട് 50 Hz സപ്ലൈ. അതായത് ഒരു 3-phase ലോഡ്, ഒരു ബാലൻസ്ഡ് 3-phase ലോഡ്, മൂന്ന് കോയിലുണ്ട്. അതിലുള്ള L എന്ന് പറഞ്ഞാൽ 0.02 Henry ആണ്. അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ohm ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് 0.02 Henry, അതേപോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ohm. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോയിലുകൾ അല്ലെങ്കിൽ ഈ 3-phase ലോഡ് സ്റ്റാറിൽ കണക്ട് ചെയ്യുന്ന സമയത്തും ഡെൽറ്റയിൽ കണക്ട് ചെയ്യുന്ന സമയത്തുള്ള പവറാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാറിൽ കണക്ട് ചെയ്യുന്ന സമയത്തുള്ള പവറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ohm ആണ്. ഈ ബാലൻസ് ലോഡാണ്, ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് 4 ohm ആണ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0.02 Henry ആണ്. പിന്നെ VL തന്നിട്ടുണ്ട് 400 വോൾട്ട്. ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് P = √3 × VL × IL × cos φ, അതായത് അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, പവറാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് VL നമുക്കറിയാം, അതേപോലെ cos φ നമുക്ക് കണ്ടുപിടിക്കണം, അതേപോലെ IL നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം IL = നമുക്കറിയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ IL = I ഫേസ് ആണ്. നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ IL = എന്താണ്, I ഫേസ് ആണ് അല്ലേ. ലൈൻ കറണ്ട് = ഫേസ് കറണ്ട് ആണ്. അപ്പോൾ I ഫേസ് എന്ന് പറഞ്ഞാൽ V ഫേസ് ഡിവൈഡഡ് ബൈ Z ഫേസ് ആണ്. I ഫേസ് കാണാൻ ഇക്വേഷനാണ് V ഫേസ് ഡിവൈഡഡ് ബൈ Z ഫേസ് എന്ന് പറഞ്ഞാൽ V ഫേസ് എന്ന് പറഞ്ഞാൽ VL ഡിവൈഡഡ് ബൈ √3 ആണ്. VL ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ √3 ചെയ്ത് കഴിഞ്ഞാൽ 230.94 വോൾട്ട് കിട്ടി. സോ 400 ഡിവൈഡ് ബൈ √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 230.94 വോൾട്ട് കിട്ടി. സോ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V ഫേസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി 230.94 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാണാനുള്ളത് Z ഫേസ് ആണ്. Z ഫേസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ √R² + XL² ആണ് Z ഫേസ് കാണാനുള്ള ഇക്വേഷന്. ഇതിൽ XL എന്ന് പറഞ്ഞാൽ 2πfL ആണ്. XL എന്ന് പറഞ്ഞാൽ 2πfL ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 × പൈൻ്റെ വാല്യൂ 3.14 ആണ്. F എന്ന് പറഞ്ഞാൽ 50 ആണ്. L ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.02 Henry ആണ്. സോ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ XL = നമുക്ക് എന്ത് കിട്ടി, 6.28 ohm എന്ന് കിട്ടി. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് = 6.28 ohm എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ Z ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് Z = √R² + XL² ആണ്. ഇതിൽ Rലെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4 ohm ആണ്. അപ്പോൾ XLൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി 6.28 ആണ്. അങ്ങനെ √4² + 6.28² നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ √55.43 ദാറ്റ് ഈസ് Z = 7.44 ohm എന്ന് കിട്ടി. സോ ഇമ്പിഡൻസ് കിട്ടി 7.44 ohm ആണെന്ന് കിട്ടി. അതേപോലെ നമ്മൾ V ഫേസും കണ്ടെത്തിയിട്ട് 230.94 ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I ഫേസ് = V ഫേസ് ഡിവൈഡഡ് ബൈ Z ഫേസ് ആണ്.
സോ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 230.9 ഡിവൈഡഡ് ബൈ സെഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 7.44 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 13.1.8 ആംപിയർ എന്ന് കിട്ടി. അതായത് IL ഇസ് ഇക്വൽ ടു IL നമ്മൾ കണ്ടെത്ത IL എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ് ഐ ഫേസ് തന്നെയാണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 31.8 ആംപിയർ എന്ന് കിട്ടി. ഇനി നമുക്ക് പവർ കാണാൻ വേണ്ടിയിട്ട് cos 5 വേണം. cos 5 ഇസ് ഇക്വൽ ടു R/Z ആണ്. സോ R ഇസ് ഇക്വൽ ടു 4 Ohm ആണ്. ഡിവൈഡഡ് ബൈ Z എന്ന് പറഞ്ഞാൽ 7.44 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ 4 ഡിവൈഡഡ് ബൈ 7.44 എന്ന് പറഞ്ഞാൽ 0.53 എന്നും കിട്ടി. അപ്പോൾ cos 5 ഇസ് ഇക്വൽ അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇസ് ഇക്വൽ ടു 0.53 എന്ന് കിട്ടി. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P ഇസ് ഇക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു cos 5 ആണ്. സോ √3 ഇൻറ്റു VL എന്ന് പറഞ്ഞാൽ 400 ആണ്. IL എന്ന് പറഞ്ഞാൽ 31.8 ആണ്. ഇൻറ്റു cos 5 എന്ന് പറഞ്ഞാൽ 0.53 ആണ്. സോ ആൻസറായിട്ട് നമുക്ക് കിട്ടി 11,676.79 വാട്ട് നമുക്ക് എന്ത് ചെയ്തു ക്വസ്റ്റ്യനിൽ കിട്ടി, ആൻസറായിട്ട് കിട്ടി. സോ സ്റ്റാർ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ 11.67.79 വാട്ടാണ്. ഇനി അതേപോലെ ഡെൽറ്റ കണക്ഷനിൽ നോക്കുക. ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് IL നമുക്ക് കാണണം. അതേപോലെ സെഡ് ഫേസ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 7.44 ആണ്. അതവിടെ മാർക്ക് ചെയ്തു. അതേപോലെ VL എന്ന് പറഞ്ഞാൽ 400 വോൾട്ട് ആണ്. അപ്പോൾ P ഇസ് ഇക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു cos 5 ആണ് നമുക്ക് കാണേണ്ടത്. സോ IL നമുക്കറിയില്ല, VL നമുക്കറിയാം, IL നമ്മൾ കണ്ടുപിടിക്കണം. സോ IL കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇവിടെ നോട്ട് ചെയ്തു. IL ഇസ് ഇക്വൽ ടു I ഫേസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് V ഫേസ് ഡിവൈഡഡ് ബൈ Z ഫേസ് ആണ്. V ഫേസ് ഡിവൈഡഡ് ബൈ Z ഫേസ് ആണ്. V ഫേസ് എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ് ശരിക്ക് VL തന്നെയാണ്, കാരണം ഇത് ഡെൽറ്റ കണക്ഷനാണ്. സോ V ഫേസ് ഇസ് ഇക്വൽ ടു 400 ഡിവൈഡഡ് ബൈ Z ഫേസ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ട് 7.44 ചെയ്ത് കഴിഞ്ഞാൽ 53.7 ആംപിയർ എന്ന് കിട്ടി. അതായത് I ഫേസ് കറണ്ട് ഇസ് ഇക്വൽ ടു 53.7 ആംപിയർ എന്ന് അവിടെ കിട്ടി. ഇനി നമ്മൾ IL കണ്ടുപിടിക്കണം. IL എന്ന് പറഞ്ഞാൽ ശരിക്ക് √3 ഇൻറ്റു I ഫേസ് ആണ്. IL ഇസ് ഇക്വൽ ടു √3 ഇൻറ്റു I ഫേസ് ആണ്. സോ IL ഇസ് ഇക്വൽ ടു √3 ഇൻറ്റു 53.7 എന്ന് കിട്ടി. ദാറ്റ് ഇസ് ഇക്വൽ ടു 93.11 ആംപിയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ cos 5 ഇസ് ഇക്വൽ ടു അങ്ങനെയാണെങ്കിൽ IL ഇസ് ഇക്വൽ ടു 93.11 ആംപിയർ എന്ന് കിട്ടി. cos 5 ഇസ് ഇക്വൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 0.53 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P ഇസ് ഇക്വൽ ടു √3 ഇൻറ്റു VL ഇൻറ്റു IL ഇൻറ്റു cos 5 ആണ്. √3 ഇൻറ്റു VL എന്ന് പറഞ്ഞാൽ 400 ആണ്. IL എന്ന് പറഞ്ഞാൽ 93.11 ആണ്. ഇൻറ്റു cos 5 എന്ന് പറഞ്ഞാൽ 0.53 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 34,189.5 വാട്ട് നമുക്കവിടെ എന്ത് ചെയ്യും ആൻസറായിട്ട് കിട്ടും. അപ്പോൾ ഡെൽറ്റ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പവറാണ് 34,189.50 വാട്ട് എന്ന് പറഞ്ഞാൽ. സ്റ്റാർ കണക്ഷനിലും അതേപോലെ ഡെൽറ്റ കണക്ഷനിലും നമ്മൾ പവർ എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു.